ബിലാൽ ഉസ്താദ് വന്നില്ലല്ലോ. السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കാമല്ലോ കൃത്യമായിട്ട്? കേൾക്കാം ഉസ്താദ്. കേൾക്കാനും കാണാനും പറ്റുന്നുണ്ടല്ലോ? ഉണ്ട്, പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലല്ലോ? അതെ അതെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين
وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അൽഹംദുലില്ലാ, സീറയുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ച പ്രവാചകന് നുബുവത്ത് കിട്ടിയ അവസരങ്ങളും അതിനുശേഷം പ്രവാചകൻ പ്രബോധനം തുടങ്ങിയ സമയത്ത് നടന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രധാന സംഭവങ്ങളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ അവസാനം നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കിട്ടിയതിന് ശേഷം ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവാചകൻ പ്രബോധനം പരസ്യമായി ചെയ്തിരുന്നില്ല. പ്രവാചകന് നേരിട്ട് ബന്ധമുള്ള, അല്ലെങ്കിൽ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട, അല്ലെങ്കിൽ പ്രവാചകന്റെ സുഹൃത്തുക്കളുടെ കുടുംബങ്ങളിൽപ്പെട്ട നേരിട്ട് പരിചയമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ദഅവത്ത് ചെയ്തിരുന്നുള്ളൂ. മൊത്തം പൊതുസമൂഹത്തിന് പ്രബോധനം ചെയ്തിരുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, അതിനുശേഷം അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. നുബുവത്ത് ലഭിച്ചതിനു ശേഷം 3 വർഷങ്ങൾക്ക് ശേഷമാണ് അള്ളാഹുവിന്റെ കൽപ്പന ലഭിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ സഫാ മലയിൽ കയറി മുഴുവൻ മക്കക്കാരെയും വിളിച്ച് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പരിശുദ്ധ പ്രബോധന പ്രവർത്തനങ്ങൾ പരസ്യമായി തന്നെ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ നമുക്കറിയാം, പ്രവാചകൻ രഹസ്യമായി പ്രബോധനം തുടങ്ങി ഇരുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചത് എങ്കിൽ പോലും ആരുടെ ഭാഗത്തു നിന്നും മുസ്ലിമായിട്ടില്ലാത്ത, അല്ലെങ്കിൽ മക്കയിലുള്ള ഖുറൈശികളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം പരസ്യമായി ചെയ്യാൻ തുടങ്ങുകയും ആളുകളെ പരസ്യമായി ദീനിലേക്ക് ക്ഷണിക്കുകയും മക്കയിൽ വന്നു പോകുന്ന കച്ചവടക്കാരുമായി ദീനീയായ കാര്യങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ പരസ്യമായി നമസ്കാര ഇത്യാദി കർമ്മങ്ങൾ കഅബയിൽ പോയി തന്നെ നിർവഹിക്കുകയും കഅബയിൽ ഹജ്ജിന് വരികയും അല്ലെങ്കിൽ ഉംറ ചെയ്യാൻ വേണ്ടി വരികയും സന്ദർശിക്കാൻ വരികയും ചെയ്യുന്ന ആളുകളോട് പോയി ഇസ്ലാമിനെ കുറിച്ചും തൗഹീദിനെ കുറിച്ചും പറയുകയും ചെയ്തപ്പോൾ ഇത് സ്വാഭാവികമായി തന്നെ ഖുറൈശികൾക്ക് കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ആദ്യം ജനങ്ങൾ ഇതിനെ ഒരു പ്രശ്നമായി കണ്ടില്ല. എന്നാൽ ഇസ്ലാമിലേക്ക് കൂടുതൽ പേർ ആകൃഷ്ടരാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി വിഗ്രഹ പൂജ എതിർക്കുകയും ചെയ്തപ്പോൾ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരായിരുന്നില്ല. മക്കയിലുള്ള സമൂഹം അള്ളാഹുവിനെ അറിയാത്തവരായിരുന്നില്ല. എല്ലാവരും അള്ളാഹു എന്ന ഏറ്റവും സർവശക്തനായ ദൈവമുണ്ട്, ആ ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്റെ പിതാവിന് പേര് അബ്ദുള്ള എന്നായിരുന്നു. അള്ളാഹു എന്നൊരു ദൈവം എന്നൊരു സംഗതി അവർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ അവരുടെ പ്രശ്നം എന്താണ്? അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന്റെ സഹായത്തിനായി, അല്ലെങ്കിൽ അള്ളാഹു ഏൽപ്പിച്ച ഒരുപാട് മറ്റു ശക്തികളും മറ്റു ദൈവങ്ങളും ലോകത്തുണ്ട്. ആ ദൈവങ്ങൾ വഴിയാണ് അള്ളാഹുവിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന തെറ്റായ ധാരണയായിരുന്നു ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു തെറ്റായ ധാരണ അവരുടെ മനസ്സുകളിൽ നിന്ന് മാറുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുക്തിഭദ്രമായി സംസാരിക്കേണ്ടി വന്നു. വിഗ്രഹങ്ങൾക്കൊന്നും കഴിവില്ല എന്ന് പറയേണ്ടി വന്നു. വിഗ്രഹങ്ങളെ ഇകഴ്ത്തി സംസാരിക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ അവര് മനസ്സിൽ കൊണ്ടു നടന്ന, മനസ്സിൽ വലിയ ഭവ്യതയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളെ കുറിച്ചും തങ്ങളുടെ ആരാധനാമൂർത്തികളെ കുറിച്ചും ഇത്തരത്തിലുള്ള ഇകഴ്ത്തി സംസാരങ്ങളും അതേപോലെ തന്നെ അതിനൊന്നും ഒരു കഴിവുമില്ല എന്ന് പരസ്യമായി പറയപ്പെടുന്നത് കേട്ടപ്പോൾ ഖുറൈശികൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? അത് സഹിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഖുറൈശികൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു, ഖുറൈശികൾ പ്രശ്നം ഗുരുതരമായി കാണുകയും പ്രവാചകനെതിരിൽ സംഘടിക്കുകയും ചെയ്തു. അങ്ങനെ പരസ്പരം സംഘടിച്ചു ഒരുമിച്ച് കൂടി പറഞ്ഞു, നമുക്കിവനിങ്ങനെ വിട്ടാ പറ്റൂല, പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആദ്യമായി ചെയ്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്, നേരെ അബൂ താലിബിനോട് പോയി പരാതിപ്പെട്ടു. എന്തുകൊണ്ടാണ് പരാതിപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. കാരണം മക്കയിൽ ഒരു
ഐക്യ സംവിധാനമില്ല. ഒരു കോടതിയോ ഒരു പോലീസ് സ്റ്റേഷനോ ആർക്കെങ്കിലും ചെന്ന് പരാതി പറയാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങളോ ഇല്ല. ഇപ്പോ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ നേതാവാണ് അത് പരിഹരിക്കുക. ഇപ്പൊ ഖുറൈശികൾ ഒരു ഗോത്രമാണെങ്കിൽ പോലും അവർ തന്നെ പല കുടുംബങ്ങളുണ്ട്. ബനു അബ്ദിദ്ദാർ ഉണ്ട്, ബനു ഹാഷിം ഉണ്ട്, അതേപോലെ തന്നെ ബനു ഉമയ്യ ഉണ്ട്, അതേപോലെ തന്നെ ബനു മഖ്സൂം ഉണ്ട്. ഇങ്ങനെ പല പല ബനു തമീം ഉണ്ട്. ഇങ്ങനെയുള്ള പല പല ഗോത്രങ്ങൾ കുടുംബങ്ങളാണ്. എല്ലാം ഖുറൈശികൾ തന്നെയാണ്, പക്ഷെ കുടുംബങ്ങളാണ്. ഈ കുടുംബങ്ങൾക്കെല്ലാം ഓരോ നേതാവുണ്ട്. മക്കയിൽ മൊത്തത്തിൽ ഒറ്റൊരു നേതാവ് ഉണ്ടായിരുന്നില്ല. ഓരോ കുടുംബത്തിനും ഓരോരോ നേതാക്കന്മാരായിരുന്നു. അപ്പോൾ ഏത് കുടുംബത്തിലെ ആളാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇവര് നേരിട്ട് ആ വ്യക്തിയോട് ആ പ്രശ്നമുണ്ടാക്കിയ വ്യക്തിയെ നേരിട്ട് സംസാരിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യാതെ ആ കുടുംബത്തിന്റെ നേതാവിന്റെ അടുത്ത് പോയി സംസാരിക്കുകയും പ്രശ്നപരിഹാരം നടപ്പാക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു അറേബ്യയിലും പ്രത്യേകിച്ച് മക്കയിലും ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രവാചകന്റെ കുടുംബമായ ബനു ഹാഷിമിന്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന വ്യക്തിത്വം അബൂ താലിബായിരുന്നു. അബ്ദുൽ മുത്തലിബിന് ശേഷം ഈ സ്ഥാനം അബൂ താലിബിനായിരുന്നു ലഭിച്ചത്. അങ്ങനെ ഇവർ അബൂ താലിബിന്റെ അടുത്ത് ഇതിന്റെ പരിഹാരം എന്നാണ് അബൂ താലിബിന്റെ അടുത്ത് പറഞ്ഞു. ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾ സഹോദരമുത്തരം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അബൂ താലിബ് അവരെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടു. ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന് മധുരവാക്കുകളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ഖുറൈശികളെ മടക്കി അയച്ചു. എന്നാൽ അബൂ താലിബ് എന്ത് ചെയ്തില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞില്ല. പ്രവാചകന് മൗനാനുവാദം നൽകി. പ്രവാചകൻ കൊണ്ടിരിക്കുന്ന കാര്യം ചെയ്യട്ടെ എന്ന് അദ്ദേഹം മനസ്സിൽ ആഗ്രഹിച്ചു. അതാണ് നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ അബൂ താലിബ് മധുര വാക്കുകൾ പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുകയും നബിയെ പ്രബോധനം തുടരാൻ അനുവദിക്കുകയും ചെയ്തു. അങ്ങനെ അബൂ താലിബിന്റെ പിന്തുണയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ തുടർന്നു. അപ്പോൾ അങ്ങനെ ആദ്യ തവണ ഇവർ അബൂ താലിബിന്റെ അടുത്ത് പോയി നല്ല രീതിയിലാണ് ഖുറൈശികൾ സംസാരിച്ചത്, പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. രണ്ടാമത് വീണ്ടും ഖുറൈശികൾ ഒരുമിച്ച് കൂടി ആലോചിക്കുകയാണ്. അബൂ താലിബ് നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടിട്ടില്ല, നമുക്ക് ഒന്നുകൂടി പോയി സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരുമിച്ച് കൂടി വീണ്ടും അബൂ താലിബിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അങ്ങനെ രണ്ടാമത്തെ അഭിമുഖം അത് ഒരു പ്രസിദ്ധമായൊരു ചരിത്ര സംഭവമായിട്ട് മിക്ക ചരിത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അങ്ങനെ ഖുറൈശികൾക്കിടയിൽ റസൂലിനെ കുറിച്ചുള്ള ചർച്ച സജീവമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയിൽ നിൽക്കാൻ അവർ പരസ്പരം പ്രേരിപ്പിച്ചു. നബീനെ അത്ര നമ്മുടെ നല്ല ആളാക്കി കണക്കാക്കരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബികൾക്കിടയിൽ അല്ലമീനായിരുന്നു. മക്കയിൽ അല്ലമീനായ വ്യക്തിയായിരുന്നു, നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. അബ്ദുൽ മുത്തലിബിന് പൗത്രനായിരുന്നു, മകന്റെ മകനായിരുന്നു. ഒരുപാട് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ആ നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായിരുന്നു. പക്ഷെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു സഹതാപം ഉണ്ടാകരുത്. അവൻ നമ്മുടെ ശത്രുവാണ് എന്നൊരു പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരുന്നു, പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായ അബൂ താലിബിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു. അവര് അബൂ താലിബിന്റെ അടുത്ത് ഒരു സംഘം ആളുകളെ അയച്ചു. അവര് പോയി പറഞ്ഞു, അബൂ താലിബെ, താങ്കൾ വയോധികനും മുതിർന്ന വ്യക്തിയും ഞങ്ങളിലെ ആദരണീയനുമാണ്. താങ്കളുടെ സഹോദരപുത്രനെ നിലയ്ക്ക് നിർത്താൻ ഞങ്ങൾ താങ്കളോട് നേരത്തെ അപേക്ഷിച്ചിരുന്നു, പക്ഷേ താങ്കൾ അത് ചെയ്തില്ല. അള്ളാഹുവിൽ സത്യം, ഞങ്ങളുടെ പൂർവികരെ ചീത്ത പറയുകയും ഞങ്ങളെ വിഡ്ഢികളാക്കുകയും ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറയുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇനിയും സഹിക്കാൻ കഴിയില്ല. അവര് പറയണേണ്, ഞങ്ങൾ ആദ്യം നിങ്ങളുടെ അടുത്ത് മാന്യമായിട്ട് ഒന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങളൊന്നും ചെയ്തില്ല. എന്നാൽ ഇനിയും ഇതേപോലെ ഞങ്ങളുടെ പൂർവികരെല്ലാവരും തെറ്റിലായിരുന്നു. കാരണം പൂർവികരെ ചീത്ത പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് വിഗ്രഹാരാധന യുക്തിഭദ്രമല്ല, ശരിയായതല്ല, അതൊരുപാട് പിഴവുകളുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് പിന്നെ ലോജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിഭദ്രമായ തെളിവുകളൊന്നും പ്രവാചകന് മറുപടി കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ, ഞങ്ങളുടെ പറഞ്ഞ പഴയ കാരണവന്മാർ ചെയ്ത കാര്യം തന്നെയാണ് ചെയ്യുന്നുള്ളൂ, പുതിയതൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഞങ്ങളുടെ പഴയ കാരണവന്മാരും തെറ്റിൽ തന്നെയാണ്, അവരും ചത്തുപോയി നരകത്തിലേക്കായിരിക്കും പോയിരിക്കുന്നത് എന്നല്ല നീ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ മറുപടി കൊടുത്തു, അതെ, നിങ്ങളും അവരും അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും നരകത്തിലായിരിക്കും. അപ്പോൾ ഇത് എന്തിലേക്ക് പോയി? പ്രവാചകന്റെ ഈ ഒരു സംസാരം അവരുടെ പഴയ പിതാക്കന്മാർ, അവരുടെ പഴയ തലമുറയിലുള്ള ആളുകൾ എല്ലാവരും മോശമായ ആളുകളാണെന്ന് പറയുന്നതിലേക്ക് കൊണ്ടുപോയി എത്തിച്ചു. അപ്പോ ഇതൊക്കെ അവർക്ക് ഒന്നുകൂടി ദേഷ്യം കൂട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെ അവര് അബൂ താലിബിന്റെ അടുക്കൽ വന്ന് പരാതി പറയുകയാണ്.
അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു വരുത്തി. മാത്രമല്ല അവർ ഇങ്ങനെയും കൂടി പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ നിങ്ങളെ സഹോദരപുത്രനെ തടഞ്ഞു നിർത്തുക, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇനിയും സംഘർഷത്തിലേക്ക് പോകും, കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവും, അല്ലെങ്കിൽ സഹോദരപുത്രനെ തടഞ്ഞു നിർത്തുക എന്ന് ഗൗരവകരമായ രീതിയിൽ അബൂ താലിബിനോട് അവർ സംസാരിച്ചു. അപ്പോൾ ഉടനെ തന്നെ പ്രശ്നം കുറച്ചും കൂടി ഗുരുതരമാണെന്ന് അബൂ താലിബ് മനസ്സിലാക്കി. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നിന്റെ സമുദായം എന്നെ സമീപിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെയും നിന്റെയും ജീവനെ നീ പ്രത്യേകം പരിഗണിക്കുക. എന്റെയും നിന്റെയും ജീവനെ പ്രത്യേകം പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് അവര് വെറുതെ ഇരിക്കുന്നില്ല. അവര് പൂർണ്ണമായ രീതിയിൽ ശത്രുതയിലേക്ക് പോവുകയാണ്. ചിലപ്പോൾ അത് യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി എത്തിച്ചേക്കാം. അത് എനിക്കും ബുദ്ധിമുട്ടാകും, നിനക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് എന്റെയും നിന്റെയും ജീവനെ പ്രത്യേകം പരിഗണിക്കുക. എനിക്ക് താങ്ങാനാവാത്തത് എന്നിൽ ചുമത്താതിരിക്കുക. അതായത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും എന്നോട് നിർബന്ധിക്കരുത് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ സർ? ഓക്കെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. അബൂ താലിബ്, ഖുറൈശികൾ വന്നു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നീ ഈ പ്രശ്നത്തിലൊന്നും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് പ്രവാചകനോട് കുറച്ച് ഗൗരവമായിട്ട് സംസാരിച്ചപ്പോൾ അബൂ താലിബിന് തന്റെ വിഷയത്തിൽ ചാഞ്ചല്യം സംഭവിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹത്തിന് ഇനി തന്നെ അധികം പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നും അവിടുന്ന് മനസ്സിലാക്കി. പ്രവാചകന് തോന്നി, അബൂ താലിബ് സംസാരിക്കുന്ന കേട്ടപ്പോ ഇനി അബൂ താലിബ് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കൂല, അബൂ താലിബ് എന്റെ കൂട്ടത്തിലല്ല ഉള്ളത്, ശത്രുക്കളുടെ കൂട്ടത്തിലാണ്, ഖുറൈശികളുടെ കൂട്ടത്തിലാണ് ഉള്ളത് എന്ന് പ്രവാചകന് മനസ്സിലായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര വിഷമം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മറുപടിയായി വളരെ പ്രസിദ്ധമായ ഈ വചനങ്ങൾ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പ്രതിപാദിച്ചു, പിതൃവ്യരെ, ഞാൻ ഈ പ്രവർത്തനം നിർത്തിവെക്കുന്നതിന് വേണ്ടി അവർ എന്റെ വലതുകൈയിൽ സൂര്യനെയും ഇടതുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാൽ പോലും ഞാൻ പിന്മാറില്ല. അള്ളാഹു ഇതിനെ വിജയിപ്പിക്കുകയോ ഞാൻ ഈ മാർഗത്തിൽ മരിക്കുകയോ ചെയ്യുന്നതുവരെ എന്റെ ദൗത്യവുമായി ഞാൻ മുന്നോട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് ഇമോഷണൽ ആയിട്ട് അവിടെ സംസാരിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബിനെ ബോധ്യപ്പെടുത്തുകയാണ്. അതിന് പ്രവാചകൻ നല്ലൊരു ഉദാഹരണം കൊണ്ടുവന്നു. എന്റെ വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രനും. കാരണം ലോകത്തൊരിക്കലും ഒരാൾക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സൂര്യനെ പിടിച്ച് വലത് കൈയിൽ വെച്ചു കൊടുക്കുക, ചന്ദ്രനെ പിടിച്ച് ഇടത് കൈയിൽ വെച്ചു കൊടുക്കുക. ഇതൊരിക്കലും ആലോചിക്കാൻ പറ്റും, പക്ഷെ കയ്യിൽ തരാനുള്ള ഒരു കാരണവശാലും സാധിക്കുകയില്ല. അപ്പോൾ അത്ര സാധിക്കാതെ ഇത്ര വലിയ കാര്യം ചെയ്താൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഒരിക്കലും ഈ പ്രബോധനത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അബൂ താലിബിനെ അറിയിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ മറുപടി കേൾക്കാതെ ഇത് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമത്തിൽ അവിടെ എഴുന്നേൽക്കുകയാണ്. കാരണം അബൂ താലിബിന്റെ സഹായം കിട്ടൂല എന്ന് മനസ്സിലായി. ഇനി അവിടെ ഇരുന്നിട്ട് കാര്യമില്ല, ഞാൻ എന്താണെങ്കിലും ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞ്. കാരണം അബൂ താലിബ് ഏറ്റവും അടുത്ത ആളാണ്, പ്രവാചകന് പിതാവിന്റെ സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ പ്രവാചകൻ ജീവിതത്തിൽ മാർഗനിർദ്ദേശങ്ങളും പ്രവാചകന് സഹായിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായത് അബൂ താലിബാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ തന്നെ കൈവെടിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പ്രവാചകന് വളരെ വിഷമം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുനയനങ്ങളും തന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ശേഷം തിരികെ പോകാനായി എഴുന്നേറ്റ് നടന്നു. ഒന്നും പിന്നൊന്നും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ എഴുന്നേറ്റ് നടന്നു പോയപ്പോൾ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരികെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ പോവുക, നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുക. അള്ളാഹുവിൽ സത്യം, ഞാൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നപ്പോൾ അബൂ താലിബിനെ മനസ്സലിഞ്ഞു. അബൂ താലിബ് പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നേരത്തെ പോലെ തന്നെ നിന്നെ ഞാൻ ഇനിയും എന്ത് ചെയ്യാം, സഹായിക്കാം, സംരക്ഷിക്കാം. നിന്നെ അവരാരും ഒന്നും ഉപദ്രവിക്കുകയില്ല. നിനക്ക് എന്റെ ഭാഗത്തു നിന്നുള്ള മുഴുവൻ
സഹായങ്ങളും ഉണ്ടാകും, സഹകരണങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞ് അബൂ താലിബ് ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മടക്കി അയക്കുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, അബൂ താലിബ് ശരിക്കും ആരായിട്ടില്ല ഇപ്പോ. അബൂ താലിബ് മുസ്ലിം ആയിട്ടില്ല. അബൂ താലിബ് ഇപ്പോഴും ആര് തന്നെയാണ്? കാഫിർ തന്നെയാണ്, മുസ്ലിം ആയിട്ടില്ലല്ലോ. അപ്പോ അബൂ താലിബ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുസ്ലിം ആകാതെ തന്നെ സംരക്ഷിക്കുകയാണ്. മുസ്ലിം ആയിട്ടില്ല അദ്ദേഹം. പ്രവാചകന്റെ കേൾക്കുന്നുണ്ടല്ലോ, ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ പിതാവിന്റെ സഹോദരങ്ങളുണ്ട്. പിതാവിന്റെ സഹോദരങ്ങൾ അവർ ഈമാനികമായി നോക്കുകയാണെങ്കിൽ, ഇസ്ലാമിനെ പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ 4 പേരും 4 സ്ഥാനങ്ങളിലാണുള്ളത്. പ്രവാചകന്റെ പിതാവിന്റെ സഹോദരന്മാരിൽ 4 പേരാണ് പ്രവാചകന്റെ കാലത്ത് ജീവിച്ചിരുന്നത്. അതിൽ ഒന്ന് അബൂ താലിബ്, അതേപോലെ തന്നെ അബൂ ലഹബ്, അതേപോലെ തന്നെ അബ്ബാസ് ഇബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ പിതാവ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, ഹംസ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 4 പിതാവിന്റെ സഹോദരന്മാരാണ് പ്രവാചകരുണ്ടായിരുന്നത്. ഇവർ ഇസ്ലാമികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ 4 പേരും 4 ലെവലിലാണ്. നമുക്കറിയാം, പ്രവാചകന്റെ ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന, പ്രവാചകന് ദീനിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച, ഏറ്റവും പ്രവാചകന് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിമായിട്ടില്ലെങ്കിലും അടുത്തൊരു വർഷത്തിനുള്ളിൽ അദ്ദേഹം മുസ്ലിം ആകും. മക്കയിൽ വെച്ച് തന്നെ മുസ്ലിം ആകും. അങ്ങനെ അദ്ദേഹം മുസ്ലിമായി മദീനയിലേക്ക് ഹിജ്റ പോകും. അങ്ങനെ ഉഹദ് യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്, ഷഹീദാക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് സയ്യിദ് ഷുഹദായി അഹ്ലിൽ ജന്ന എന്നാണ്, സ്വർഗത്തിലെ ഷുഹദാക്കളുടെ നേതാവ് എന്നാണ്. ഏറ്റവും വലിയ സ്ഥാനമാണ്, ഇസ്ലാമിലെ വലിയ സ്ഥാനങ്ങളിൽപ്പെട്ട ഒരു സ്ഥാനമാണ്. അപ്പോൾ ഒരു പ്രവാചകന്റെ ഒരു പിതൃവ്യനാണ് അദ്ദേഹം, ഏറ്റവും ഉന്നത സ്ഥാനത്തിലാണ്, ഷുഹദാക്കളുടെ നേതാവായി അറിയപ്പെടുന്ന വ്യക്തിയാണ്. രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബും മുസ്ലിം ആയെങ്കിലും അത് അവസാന സന്ദർഭത്തിലാണ്. പ്രവാചകന്റെ മക്കയിലേക്ക് ഹിജ്റ പോയി, മദീനയിലേക്ക് ഹിജ്റ പോയി, പിന്നീട് തിരിച്ചു വന്ന് മക്ക ജയിച്ചടക്കുന്ന മക്ക വിജയ സന്ദർഭത്തിന് മുമ്പായിട്ടാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മുസ്ലിം ആകുന്നത്. അദ്ദേഹം മുസ്ലിം ആയെങ്കിലും പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ, അല്ലെങ്കിൽ ആദ്യകാല മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ വലിയ സ്ഥാനമൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പല യുദ്ധങ്ങളിലും, ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് എതിരായിട്ട് ഖുറൈശികളുടെ കൂട്ടത്തിൽ യുദ്ധം ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ തടവിൽ പിടിക്കപ്പെടുകയും ഒരുപാട് മോചനദ്രവ്യം, ഒരുപാട് ബ്ലഡ് മണി വാങ്ങിയിട്ടാണ് അദ്ദേഹത്തെ വിട്ടുകൊടുക്കുകയും മോചിപ്പിക്കുകയും ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അദ്ദേഹം ശത്രുപക്ഷത്തായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മുസ്ലിമാണ്, റളിയല്ലാഹു അൻഹു സഹാബിയാണ്. പക്ഷെ ഹംസ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ ആ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം മുസ്ലിമായത് ഒരുപാട് ശേഷമാണ്. പ്രവാചകൻ മക്ക ജയിച്ചടക്കി മുഴുവൻ അറേബ്യയും പ്രവാചകന്റെ കീഴിലേക്ക് വന്നു എന്ന് തോന്നിയ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. അതേപോലെ തന്നെ അടുത്തൊരു പിതൃവ്യനാണ് നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അബൂ താലിബ്. അബൂ താലിബ് പ്രവാചകൻ ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു, ഏറ്റവും സഹായം ചെയ്ത വ്യക്തിയാണ്. അബൂ താലിബ് ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകൻ ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത വ്യക്തി അബൂ താലിബാണ്. പക്ഷെ അബൂ താലിബ് ഇത്ര സഹായവും എല്ലാ സഹകരണങ്ങളും ചെയ്തുവെങ്കിലും അബൂ താലിബ് എന്ത് ചെയ്തിരുന്നില്ല? ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. അബൂ താലിബിന് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു കൊടുത്തില്ല. അദ്ദേഹം അവസാന കാലം വരെയും കലിമത്ത് ഷഹാദ ചൊല്ലിയിരുന്നില്ല. അതിന്റെ കാരണം പണ്ഡിതന്മാർ പറയുന്ന, അദ്ദേഹത്തിന്റെ മുമ്പിലുണ്ടായിരുന്ന കാരണം ഇതാണ്: ഞാനിപ്പോ മുസ്ലിമായി കഴിഞ്ഞാൽ എന്റെ ഈ സമൂഹമുണ്ട്, സമൂഹം അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട്. അബൂ താലിബ് ഖുറൈശികളുടെ മൊത്തത്തിൽ നേതാവായിരുന്നില്ലെങ്കിലും മതകാര്യങ്ങളിൽ, കഅബയിൽ നടക്കുന്ന കർമ്മങ്ങളുടെ നേതൃത്വം അബൂ താലിബിനായിരുന്നു. അപ്പോൾ ഇത്ര വലിയ ഒരു സ്ഥാനം നഷ്ടപ്പെടുമെന്ന ഭയത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചതിന്റെ പേരിൽ, നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യാറില്ലേ, രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്റെ ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. എന്നതുപോലെ അബൂ താലിബ് തന്റെ സമൂഹം എന്ത് വിചാരിക്കും എന്നതിന്റെ പേരിൽ മാത്രം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരിക്കാതിരിക്കല് ഒരു വിധത്തിൽ പ്രവാചകന് ഗുണകരമാണ്. കാരണം അദ്ദേഹം കുഫറിൽ തന്നെ, ഇസ്ലാം ആകാതെ തന്നെ ജീവിച്ചുകൊണ്ട് പ്രവാചകനെ എന്ത് ചെയ്യാൻ പറ്റി? സംരക്ഷിക്കാൻ പറ്റി.
കാരണം അബൂ താലിബ് ജീവിച്ചിരിക്കുന്ന കാലം, ആ ഒരു കാലങ്ങളിൽ ആ ഒരു സമയത്ത് പ്രവാചകനെ ആരും ആരും വധിക്കാനോ അതേപോലെ തന്നെ പ്രവാചകനെ ആരും കൊല്ലാനും ധൈര്യപ്പെട്ടിരുന്നില്ല. അബൂ താലിബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകനെ കൊല്ലാനോ പ്രവാചകനെ ഒരു പരിധിയിലധികം ഉപദ്രവിക്കാനോ ആർക്കും എന്ത് ചെയ്തിരുന്നില്ല, ധൈര്യം വന്നിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരുപാട് ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കലിമ പറയാൻ സാധിച്ചില്ല. പക്ഷെ അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് നരകത്തിൽ കൊടുക്കുക, ഏറ്റവും കുറഞ്ഞ ശിക്ഷ നരകത്തിൽ. അപ്പൊ നരകവാസികളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. ലോകത്ത് മുസ്ലിങ്ങളല്ലാത്ത വ്യക്തികളിൽ ഏറ്റവും നല്ല വ്യക്തിത്വം അദ്ദേഹമാണ്. ലോകത്ത് ലോകത്തെ വ്യക്തികൾ ഉണ്ടെങ്കിൽ, ഈമാനില്ലാത്ത വ്യക്തികൾ ലോകത്ത് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ജീവിച്ചു കഴിഞ്ഞതും ഈ വരാനിരിക്കുന്നതുമായ ലോകത്ത് ഏതൊക്കെ വ്യക്തികളുണ്ടോ അവരിൽ മുസ്ലിങ്ങളല്ലാത്ത വ്യക്തികൾ ഏറ്റവും നല്ല വ്യക്തിത്വമാണ് ആര്? അബൂ താലിബ്. അപ്പോ നാലാമത്തെ ഒരാളുണ്ട് അബൂലഹബ്, പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രു. പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രു അബൂജഹൽ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്റെ ഏക ശത്രു തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, ഏറ്റവും വലിയ ശത്രു അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പ്രവാചകന്റെ ശത്രുക്കളുടെ ചർച്ച വരുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ നോക്കി 4 പേര്. ഒരാള് സ്വർഗത്തിൽ ശുഹദാക്കളുടെ നേതാവാണ്. രണ്ടാമത്തെ ആൾ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, സാധാരണ ഒരു സഹാബിയായി മരണപ്പെട്ട വ്യക്തിയാണ്. മൂന്നാമത്തത് അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിൽ പോലും പ്രവാചകനുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ നരകത്തിൽ പോലും ഏറ്റവും കുറഞ്ഞ ശിക്ഷ കിട്ടുന്ന വ്യക്തി, മുസ്ലിങ്ങളല്ലാത്തവരിൽപ്പെട്ട ഏറ്റവും നല്ല വ്യക്തി. നാലാമത്തെ ആള് ഏറ്റവും കൊടിയ ശത്രു, നരകത്തിന് ഏറ്റവും അടിഭാഗത്ത് ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തി. അപ്പോൾ ഇതിലൂടെ ഉലമാക്കൾ പറയുന്നത്, പണ്ഡിതന്മാർ പറയുന്നത് ഇതാണ്: ഒരിക്കലും കുടുംബ ബന്ധം ഒന്നും ഈ സ്വർഗത്തിൽ പോകാനോ നരകത്തിൽ പോകാനുള്ള കാരണം ആകൂല. കുടുംബബന്ധം, ഈമാനും അതേപോലെ തന്നെ അമലു സാലിഹാത്തുമാണ് വ്യക്തികളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നയിക്കുന്നത് എന്ന് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പലരും എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അങ്ങനെ അബൂ താലിബ് പ്രവാചകന് പ്രബോധന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അനുവാദം നൽകി. അബൂ താലിബിന്റെ കാര്യത്തിൽ നിരാശരായ ഖുറൈശികൾ നബിയെയും അനുചരന്മാരെയും ഉപദ്രവിക്കുവാനും പരിഹസിക്കുവാനും തുടങ്ങി. അബൂ താലിബിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഫലവും ഇല്ല. വീണ്ടും മുഹമ്മദ് ഇങ്ങനെ ദാവത്തുമായി പ്രബോധനമായി നടക്കുകയാണ് എന്ന് ഖുറൈശികൾക്ക് ബോധ്യം വന്നപ്പോൾ പിന്നെ അവര് എന്ത് ചെയ്തില്ല, വെറുതെ ഇരുന്നില്ല. അവർ പിന്നെ നേരിട്ട് പ്രവാചകനെ വധിക്കാനൊന്നും പറ്റൂലല്ലോ. കാരണം അബൂ താലിബ് സപ്പോർട്ട് ഉള്ളതിന്റെ പേരിൽ ബനു ഹാഷിം കുടുംബക്കാർ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സപ്പോർട്ടാണ്, പലരും മുസ്ലിങ്ങളായിട്ടില്ലെങ്കിൽ പോലും. അതുകൊണ്ട് ഖുറൈശികളായ ആളുകൾക്ക് പ്രവാചകൻ കളിയാക്കാനും പരിഹസിക്കാനും ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കാനേ സാധിക്കുള്ളൂ. നേരിട്ട് വാളെടുത്ത് വെട്ടിക്കൊല്ലാനൊന്നും സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. അപ്പൊ പിന്നെ മക്കയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകും. മാത്രമല്ല മക്കയിലെ ചില മുതിർന്ന വ്യക്തികൾ പീഡനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു. അപ്പം പ്രവാചകന് ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചത് എല്ലാവരും കൂടിയല്ല, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ തന്നെ ചില പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നു. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കുന്നതിൽ മുന്നിൽ നിന്ന ആളുകൾ. അവരാരാണ് നമുക്ക് നോക്കാം. ഒന്നാമതായി അബൂജഹലാണ്. മക്കയിലെ പ്രവാചകന്റെ ഏറ്റവും കടുത്ത ശത്രു അബൂജഹലായിരുന്നു. അതായത് ഈ സമുദായത്തിന് ഫിർഔൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അബൂജഹൽ. അയാളുടെ പേര് അംർ ബിൻ ഹിഷാം ബിൻ മുഗീറ എന്നാണ് അയാളുടെ പൂർണ്ണമായ പേര്. അംർ ബിൻ ഹിഷാം ബിൻ മുഗീറ. അബൂജഹൽ എന്ന് പേര് വരാനുള്ള കാരണം ഇതാണ്: അബുൽ ഹക്കം എന്നായിരുന്നു പേര്. പിന്നീട് മുസ്ലിങ്ങൾ ഒരുപാട് ഉപദ്രവിക്കുകയും ഇസ്ലാമിൽ ആദ്യമായി ഷഹീദാക്കപ്പെട്ടത് സുമയ്യ റളിയല്ലാഹു അൻഹാനെയാണ്. സുമയ്യ, യാസർ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ്. ഇവരാണ് ഇസ്ലാമിൽ ആദ്യമായി ഷഹീദാക്കപ്പെടുന്നത്. അവരെ വധിച്ചത് അബൂജഹലാണ്. അവരിങ്ങനെ മുസ്ലിം ആയതിന്റെ പേരിൽ പീഡിപ്പിച്ച് ഇടങ്ങേറാക്കി കുന്തം വെച്ച് കുത്തി കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ അത്ര കടുത്ത ശത്രുവാണ്. ബനു മഖ്സൂം കുടുംബക്കാരനാണ്. ഇയാള് പ്രവാചകനെ ഭീഷണിപ്പെടുത്തുകയും കഅബയുടെ അടുക്കൽ നമസ്കരിക്കുന്നതിൽ നിന്ന് പ്രവാചകനെ തടയുകയും ചെയ്തിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഏൽപ്പിച്ചിരുന്നു. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ സുജൂദിലായിരിക്കെ വലിയ കല്ല് പ്രവാചകന്റെ ദേഹത്തിടാൻ ശ്രമിക്കുകയുണ്ടായി. പ്രവാചകൻ നമസ്കരിച്ചു, സുജൂദിലേക്ക് പോയപ്പോൾ
വലിയ കല്ലെടുത്തുകൊണ്ട് പ്രവാചകന്റെ പുറത്തേക്ക് ഇടാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ അള്ളാഹുവിന്റെ എന്തോ സഹായം കൊണ്ട് അദ്ദേഹം അങ്ങനെ അടുത്തേക്ക് വന്നപ്പോൾ ഏതോ ഒരു ഒട്ടകം തന്നെ ഇടിക്കാം എന്നതായി തോന്നി. പേടിച്ച് ഭയന്ന് അദ്ദേഹം പിന്മാറുകയാണ് ഉണ്ടായത്. ഇത് ഖുറൈശികളിൽ പലരും കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ ഖുറൈശി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ മുഹമ്മദിന്റെ മേത്ത് ആ കല്ല് കൊണ്ടുവന്ന് ഇടാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ പറയുന്നുണ്ട്, ഞാൻ മുഹമ്മദിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഒട്ടകം എന്നെ കടിക്കാൻ വന്നതുപോലെ ഇടിക്കാൻ വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത്. അങ്ങനെ അതിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒട്ടകത്തിന് കുടൽമാല ഇടുന്ന ഹീനമായ കൃത്യത്തിന് നേതൃത്വം നൽകി. പ്രസിദ്ധമായ സംഭവമുള്ള പ്രവാചകനെ ബുദ്ധിമുട്ടിച്ച ഏറ്റവും പ്രസിദ്ധമായ സംഭവങ്ങളിൽ ഒന്നാണ്, പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരിക്കെ കുടൽമാല കൊണ്ടുവന്ന് പ്രവാചകന്റെ കഴുത്തിലിടുകയും പ്രവാചകൻ സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതാവുകയും പിന്നീട് ഫാത്തിമ ബീവി വന്ന് റളിയല്ലാഹു അൻഹ, അന്ന് ചെറിയ പെങ്കൊച്ചാണ്, അവര് വന്ന് അതെടുത്ത് മാറ്റിയതിനു ശേഷമാണ് പ്രവാചകൻ സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഒരു മോശമായ കർമ്മത്തിന് നേതൃത്വം നൽകിയത് അബൂജഹലാണ്. കൊണ്ടുവന്നിട്ടത് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്താണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത പേജിൽ അയാളെ കുറിച്ചും പറയുന്നുണ്ട്. അതിന് നേതൃത്വം നൽകിയത്, അതായത് ഒരിക്കൽ അബൂജഹല് കഅബ അടുക്കലേക്ക് വന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ കഅബ അടുക്കൽ ഉണ്ടാകും, സംസാരിക്കാനും വർത്താനം പറയാനൊക്കെ വേണ്ടി വരാറുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി വരും. അങ്ങനെ വന്നപ്പോൾ അബൂജഹല് ചോദിച്ചു, ഈ ഇന്നവിടെ കുടൽമാലകൾ കിടക്കുന്നുണ്ട്, ആരാണത് മുഹമ്മദിന്റെ കഴുത്തിൽ കൊണ്ടുപോയി ഇടാൻ തയ്യാറ് എന്ന് ചോദിച്ചുകൊണ്ട് അതിന് നേതൃത്വം നൽകുകയും അതിനുവേണ്ടി പ്രോത്സാഹനം ചെയ്യുകയും ചെയ്തത് അബൂജഹലാണ്. എന്നാൽ പിന്നീട് അബൂജഹല് ബദ്ർ യുദ്ധത്തിൽ വെച്ച് മുസ്ലിമുകളുടെ കൈകളാൽ വധിക്കപ്പെട്ടു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഇദ്ദേഹത്തെ വകവരുത്തിയത്. ബദ്ർ യുദ്ധത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്, അബൂജഹൽ. അതേപോലെ തന്നെ മറ്റൊരു പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട ശത്രുവാണ് തന്റെ സ്വന്തം പിതാവിന്റെ സഹോദരൻ അബൂലഹബ് ബിൻ അബ്ദുൽ മുത്തലിബ്. നബിയുടെ സ്വന്തം പിതൃ സഹോദരനാണ്. മാത്രമല്ല പ്രവാചകന്റെ അയൽക്കാരനായിരുന്നു. അടുത്താണ് വീട്. അപ്പൊ അയൽക്കാരനാകുമ്പോൾ അയൽവാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുള്ളത് പോലുള്ള ഇടങ്ങേറുകളൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ തന്റെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ പ്രവാചകന്റെ വീടിന്റെ അടുക്കലേക്കും പ്രവാചകന്റെ വാതിലിന്റെ മുന്നിലേക്കും വലിച്ചെറിയുമായിരുന്നു. മാത്രമല്ല ഇതിന് സഹായിക്കുന്നതിന് വേണ്ടി ഉമ്മു ജമീല്, അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീലും കൂടെ കൂടിയിരുന്നു. അവരും പ്രവാചകൻ വരുന്ന വീട്ടിലേക്ക് കയറുന്ന വഴിയിലൊക്കെ പലപ്പോഴും മുള്ളുകൾ കൊണ്ടുവന്നിടുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഈ ഉമ്മു ജമീലും ഏൽപ്പിച്ചിരുന്നു. മാത്രമല്ല പ്രത്യേകിച്ച് ഉമ്മു ജമീല് ഇവർ പ്രവാചകനെ ചീത്ത വിളിക്കുകയും നടക്കുന്ന വഴിയിൽ മുള്ളിടുകയും സ്ത്രീകൾക്കിടയിൽ പ്രവാചകനെ പറ്റി പരദൂഷണം പറഞ്ഞു പരത്തുകയും ചെയ്തിരുന്നു. പ്രവാചകനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ, അവനിക്ക് ഭ്രാന്താണ്, അവനിക്ക് ബാധ ഏറ്റിട്ടുണ്ട്, അങ്ങനെ മുതലായ പ്രവാചകൻ ഇല്ലാത്ത കുറെ കുറ്റങ്ങളെല്ലാം സ്ത്രീകളുടെ ഇടയിൽ പറഞ്ഞ് സ്ത്രീകളെ പ്രവാചകനിൽ നിന്ന് അകറ്റാൻ വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു, അകറ്റാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. ഇത് ആരാണ്? പ്രവാചകന്റെ സ്വന്തം വാപ്പാടെ സഹോദരന്റെ ഭാര്യയാണ് ഇവര്. അടുത്ത കുടുംബക്കാരാണ്, ശരിക്കും അടുത്ത കുടുംബക്കാരാണ്. നമുക്കറിയാം ഈ രണ്ടുപേരുടെ വിഷയത്തിലാണ് തബ്ബത് യദാ അബൂ ലഹബ് എന്ന സൂറത്ത് അവതരിച്ചത്. അത് പ്രവാചകൻ സഫാ മലയിൽ കയറി പ്രബോധന പ്രവർത്തനം തുടങ്ങിയപ്പോൾ അബൂലഹബാണല്ലോ അവിടെ പ്രവാചകനോട് പ്രതികരിച്ചത്. നിനക്ക് നാശമുണ്ടാകട്ടെ, നീ ഇതിനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അബൂലഹബ് പ്രതികരിച്ചിരുന്നു. അപ്പൊ പ്രതികരണത്തിന് മറുപടിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലഹബ് ഇറക്കിയിരുന്നു. മസദ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, അബൂലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, അവനും നശിക്കട്ടെ. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവൻ സമ്പാദിച്ചതും അവന്റെ സമ്പത്തുകളൊന്നും ഒരു ഉപകാരവും അവനിക്ക് ചെയ്യുകയില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, കത്തി ജ്വലിക്കുന്ന തീയിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. വമ്രഅതുഹു, അവന്റെ ഭാര്യയും പ്രവേശിക്കുന്നതാണ്. അണ്ട് പറയുന്ന ഹമ്മലത്തൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യ. അത് വിറക് ചുമട്ടുകാരി എന്ന് അർത്ഥമുണ്ട്. അതേപോലെ തന്നെ ഏഷണി പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തീ കത്തിക്കുമല്ലോ,
എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുക എന്ന് പറയുമല്ലോ. ഇപ്പൊ വിറക് കൊണ്ട് കത്തിക്കാൻ വേണ്ടി അപ്പൊ ഏഷണി പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുന്ന ആളെന്ന് അർത്ഥമുണ്ട്. അതേപോലെ തന്നെ മുള്ളി ചുമന്നുകൊണ്ട് പ്രവാചകന്റെ വാതിൽക്കൽ കൊണ്ടുപോയി ഇടാൻ വേണ്ടി ശ്രമിക്കുന്ന എന്ന അർത്ഥത്തിലുമാണ് ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറഞ്ഞത്, വിറക് ചുമട്ടുകാരി എന്ന് ഖുർആനിൽ പറഞ്ഞത്. മാത്രമല്ല ഫിജീദിഹ, അവരുടെ കഴുത്തിൽ ഹബിലുമിൻ മസദ്, ഈന്തപ്പന നാരിനാനുള്ള ഒരു കയറുണ്ട്. അതും ഈ പ്രശ്നങ്ങളിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഖുർആൻ പറഞ്ഞതാണ്. അപ്പോൾ ഒരു കുടുംബത്തെ അങ്ങനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ശപിച്ചുകൊണ്ട് പറയുകയാണ്. അതിന് കാരണം ഇതാണ്, അത്രത്തോളം പ്രവാചകനോട് വളരെ അടുത്ത ആളുകളായിട്ട് പോലും പ്രവാചകനോട് ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ച ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവരായിരുന്നു. അതേപോലെ തന്നെ ഹിജ്റയ്ക്ക് ശേഷം 2-ാം വർഷം, അതായത് പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ 2-ാമത്തെ വർഷം ബദർ യുദ്ധ സമയത്ത്, ഇയാള് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടില്ല, അപ്പോഴേക്ക് രോഗിയായിരുന്നു. ബദർ യുദ്ധ സമയത്ത് മക്കയിൽ വെച്ച് കഠിനമായ പകർച്ചവ്യാധി പിടിപെട്ട് ആരും സഹായിക്കാനില്ലാതെ മരണപ്പെടുകയുണ്ടായി. അതായത് മക്കയിൽ വെച്ച് രോഗിയായി മക്കാരായ ആൾക്കാർ ബദർ യുദ്ധത്തിന് പോയേക്കാണ്. പകർച്ചവ്യാധി ആയതിന്റെ പേരിൽ ആരും അടുത്തേക്ക് പോയിരുന്നില്ല. രോഗാവസ്ഥയിലും ആരും അടുത്തേക്കും പോയില്ല, മരിച്ചതിന് ശേഷവും ആരും അടുത്തേക്കും പോയില്ല. പിന്നീട് ദുർഗന്ധം വരാൻ തുടങ്ങിയപ്പോൾ, മരിച്ച് 2 ദിവസം കഴിഞ്ഞ് മൃതശരീരത്തിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങിയപ്പോഴാണ് കുറച്ച് ആൾക്കാർ കൂടി വലിച്ചു കൊണ്ടുപോയി ഒരു ബലിച്ചെരുവിലേക്ക് ഇട്ട് കല്ലിട്ട് മൂടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇയാള് കൊല്ലപ്പെട്ടു, മോശമായ രീതിയിൽ മരണപ്പെട്ടു. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? അടുത്ത പ്രവാചകന്റെ പ്രധാനപ്പെട്ട ഒരു ശത്രു ഉഖ്ബത്ത് ബിൻ അബി മുഅയ്യിത്ത് ആണ്. ഉഖ്ബത്ത് ബിൻ അബി മുഅയ്യിത്ത്, ഇയാളാണ് പ്രവാചകന്റെ കഴുത്തിൽ കുടൽമാല കൊണ്ടുവന്നിട്ടത്. ആര് നിർദ്ദേശിച്ചതനുസരിച്ച്? നേരത്തെ നമ്മൾ അബൂജഹലിന്റെ കാര്യം പറഞ്ഞല്ലോ. അബൂജഹൽ പറഞ്ഞതനുസരിച്ച് ഈ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്യിത്ത് ആണ് പ്രവാചകന്റെ കഴുത്തിൽ കുടല് കൊണ്ടുവന്നിട്ടത്. മാത്രമല്ല ഇയാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽക്കാരനായിരുന്നു, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കൽ കഅബയുടെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഇയാള് ഷാള് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അറബികൾ എല്ലാവരും അവരുടെ തലയിൽ ഷാൾ ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. ഇദ്ദേഹം ആ ഷാൾ ഇങ്ങനെ പുറകെ നിന്ന് വലിച്ച് ശ്വാസം മുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. എന്നാൽ സമീപത്തുണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തി. അങ്ങനെ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് ഇയാള് കൊല്ലപ്പെടുകയാണ്. മുസ്ലിമീങ്ങളുടെ കൈകളാൽ തന്നെ ഇദ്ദേഹം പിന്നീട് മക്കയിലല്ല, ഇദ്ദേഹം ബദർ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ടു. ബദർ യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മദീനയിലേക്ക് പോയി ഹിജ്റ ചെയ്ത് 2-ാമത്തെ വർഷം നടക്കുന്ന യുദ്ധമാണ് ബദർ യുദ്ധം. അപ്പോൾ ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾക്കെതിരെ പോരാടാനായി വരികയും ആ യുദ്ധത്തിൽ തോൽക്കുകയും അങ്ങനെ പിടിക്കപ്പെടുകയും ചെയ്തു. പിടിക്കപ്പെട്ട ഒരുപാട് ആൾക്കാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആളുകളെ മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട്, അവരെ മോചിപ്പിക്കാനുള്ള ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് എന്ത് ചെയ്തിരുന്നു? വെറുതെ വിട്ടിരുന്നു. പക്ഷേ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്യിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിട്ടില്ല. അവൻ തടവിൽ പിടിക്കപ്പെട്ട ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ വധിക്കാൻ വേണ്ടി കൽപ്പന കൊടുക്കുകയും സഹാബാക്കൾ അവനെ വധിക്കുകയും ചെയ്തു. ഓക്കെ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. അതേപോലെ തന്നെ മറ്റൊരു ശത്രുവാണ് ആസ് ബിൻ വായിൽ അസ്സഹമി. പ്രസിദ്ധനായ സഹാബിയുണ്ട്, അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ ഈജിപ്തും അതേപോലെ തന്നെ ഫലസ്തീനൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി ആ ജിഹാദിന് യുദ്ധത്തിന് നേതൃത്വം വഹിച്ചത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ആണ്. പ്രസിദ്ധനായ സഹാബിയാണ്, വളരെ സാമർത്ഥ്യമുള്ള സഹാബിയാണ്. ആ സഹാബിയുടെ പിതാവാണ് ആസ് ബിൻ വായിൽ അസ്സഹമി, ബനു സഹം കുടുംബക്കാരനാണ്. ഇദ്ദേഹവും പ്രവാചകനെയും ഖുർആനെയും പരിഹസിക്കുകയും മരണാനന്തര ജീവിതത്തെ പുച്ഛിച്ച് തള്ളി കളിയാക്കുകയും ചെയ്തിരുന്നു. അഥവാ ഇദ്ദേഹത്തിന് മുസ്ലിങ്ങളായ വ്യക്തി ഒരു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹുവിൽ നിന്ന് ഇദ്ദേഹം കടം വാങ്ങുകയും പിന്നീട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കടം ചോദിച്ചു വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിന്റെ നേതാവ് മുഹമ്മദ് പറയാറുണ്ടല്ലോ, സ്വർഗത്തിൽ ചെന്നാൽ അത് കിട്ടും, സ്വർഗത്തിൽ ചെന്നാൽ ഇത് കിട്ടും, അങ്ങനെയാണ് നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ സ്വർഗത്തിൽ ചെല്ലട്ടെ, അപ്പൊ നീ എന്റെ അടുത്ത് വാ, അപ്പൊ ഞാൻ നിന്റെ പൈസ എന്താണെന്ന് വെച്ചാൽ തന്നേക്കാന്ന് പറഞ്ഞ് പരിഹസിച്ചു വിടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പരിഹാസങ്ങളും ഖുർആനെയും പ്രവാചകനെയും പരസ്യമായി പരിഹസിക്കുകയും ജനങ്ങൾക്കിടയിൽ മരണാനന്തര ജീവിതം ഇല്ലാത്തതാണ് എന്ന് ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പരത്തുകയും ചെയ്യാൻ വേണ്ടി മുന്നിൽ നിന്ന വ്യക്തിയാണ് ആസിബിന്
വായിൽ. ഇയാളും ഹിജ്റയ്ക്ക് ശേഷം ആദ്യ വർഷം, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി കഴിഞ്ഞുള്ള ആദ്യ വർഷം കാലിൽ മുള്ള് തറച്ച് വ്രണമാവുകയും അങ്ങനെ കാല് മുഴുവൻ പഴുത്ത് മരണമടയുകയും ചെയ്തു. അതായത് കാലിൽ മുള്ളു കൊണ്ടു, അത് പിന്നെ വ്രണമായി, പിന്നെ കാല് മുഴുവൻ പഴുത്ത് ആ അവസ്ഥയിൽ തന്നെ മൃതിയടയുകയും ചെയ്തു. അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഒരു പ്രമാണിയാണ് വലീദ് ബിൻ മുഗീറ. വലീദ് ബിൻ മുഗീറ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നനാണെന്ന് വേണമെങ്കിൽ പറയാം. ധാരാളം സമ്പത്തുണ്ട്, ധാരാളം മക്കളും സന്താനങ്ങളും ഒക്കെ ഉള്ള വളരെ വലിയ പ്രമാണിയാണ്. വളരെ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു വലീദ് ബിൻ മുഗീറ. ഇത് പ്രസിദ്ധനായ സഹാബി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പിതാവാണ്. മാത്രമല്ല ബനു മഖ്സൂം കുടുംബക്കാരനും കൂടിയാണ്. ഇദ്ദേഹത്തിന് ധാരാളം സമ്പത്തും സന്താന സൗഭാഗ്യവും ലഭിച്ച ഖുറൈശി പ്രമാണിയായിരുന്നു. തന്റെ സ്വാധീനം ഉപയോഗിച്ച് പ്രവാചകനിൽ നിന്നും ആളുകളെ അകറ്റിയിരുന്നു. താൻ മൂപ്പര് പറഞ്ഞാൽ സമ്പത്തും ഒരുപാട് മക്കളും കൂടെയുണ്ട്, ഭയങ്കര അതും നല്ല സാമർഥ്യമുള്ള മക്കളൊക്കെ ഉണ്ട്, മാത്രമല്ല ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് സ്വാധീനങ്ങളുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ കേൾക്കുമായിരുന്നു, നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ നേതാവൊന്നും അല്ലെങ്കിൽ പോലും സാമ്പത്തികമായ സ്വാധീനം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ പ്രവാചകനിൽ നിന്നും ഇയാൾ എന്ത് ചെയ്തിരുന്നു, അകറ്റിയിരുന്നു. ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കുകയും ഒരുപാട് അഹങ്കരിച്ചടക്കുകയും ചെയ്യുമായിരുന്നു. ഖുറാനിൽ ഒരുപാട് സൂറത്തുകൾ ഇയാളെ കുറിച്ച് പറയുന്നുണ്ട്. ഇയാളെ പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇയാളെ എഴുതിക്കൊണ്ട് ഖുറാനിൽ പല സ്ഥലങ്ങളിലും ആയത്തുകൾ ഉണ്ട്. ഏകദേശം ഒരു സൂറത്ത് തന്നെ, ഒരു സൂറത്തിന്റെ കൂടുതൽ ഭാഗം തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അള്ളാഹു ഉപയോഗിച്ചേക്കുന്നത്. സൂറത്തുൽ ഖലമിലുള്ള ഭൂരിഭാഗം തുടക്കത്തിലുള്ള ആദ്യത്തെ മുഴുവൻ ആയത്തുകൾ ഇദ്ദേഹത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവതരിച്ചിരിക്കുന്നത്. ഇയാള് ഹിജ്റക്ക് ശേഷം കഠിനമായ രോഗം വന്ന് മക്കയിൽ വെച്ച് തന്നെ മൃതിയടഞ്ഞു. പ്രവാചകൻ മദീനയിലേക്ക് ഹിജ്റ പോയി, അതിനുശേഷം ഇയാള് മക്കയിൽ വെച്ച് തന്നെ, ബദർ യുദ്ധത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, അതിനു മുമ്പേ തന്നെ മക്കയിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ പ്രവാചകനെ ഉപദ്രവിച്ച ഒരു വ്യക്തിയാണ് നദ്ർ ബിൻ ഹാരിസ്. ബനു അബ്ദുദ്ദാർ കുടുംബക്കാരനാണ്, ഖുറൈശിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സംസാരിക്കുന്ന സ്ഥലത്ത് ചെന്ന് പ്രവാചകനിൽ നിന്നും ആളുകളെ അകറ്റുന്നതിന് വേണ്ടി മറ്റൊരു സദസ്സ് സംഘടിപ്പിക്കുമായിരുന്നു. പ്രവാചകൻ ദാറുൽ അർഖമിലോ അല്ലെങ്കിൽ കഅബയുടെ അടുക്കലൊക്കെ ആളുകളെ കൂട്ടിയിരുന്ന് സംസാരിക്കുമ്പോൾ മൂപ്പരപ്പുറത്ത് വന്ന് വിളിച്ചു പറയും, ഇങ്ങോട്ടും എല്ലാവരും, ഞാനും കുറെ കഥകളൊക്കെ പറയാം, എനിക്കൊരുപാട് ഇറാനിൽ പേർഷ്യയിലെയും റോമിലെയൊക്കെ രാജാക്കന്മാരുടെ കഥകളൊക്കെ എനിക്കും അറിയാം, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരും എന്ന് വിളിച്ച് ആളുകളെ ഇങ്ങോട്ട് തന്റെ അടുക്കലേക്ക് വിളിച്ചു കൂട്ടുമായിരുന്നു, പ്രവാചകന്റെ അടുക്കലേക്ക് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അവരോട് കള്ളക്കഥകളും പല കാര്യങ്ങളും പറഞ്ഞ് ജനങ്ങളെ പ്രവാചകനിൽ നിന്ന് അകറ്റാൻ വേണ്ടി എന്ത് ചെയ്യുമായിരുന്നു, ശ്രമിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് അങ്ങനെ ഇതിൽ പെരുമാറ്റത്തിലൂടെ ഒരുപാട് ഉപദ്രവങ്ങൾ ഇയാള് പ്രവാചകന് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ പതാക വാഹകനായിരുന്നു. ബദർ യുദ്ധത്തിൽ ഖുറൈശികളുടെ പതാക പിടിച്ചിരുന്ന ഇയാളായിരുന്നു. പക്ഷെ യുദ്ധത്തിൽ പരാജയപ്പെടുകയും യുദ്ധത്തിന് ശേഷം തടവിൽ പിടിക്കപ്പെടുകയും ഉണ്ടായിരുന്നു. അങ്ങനെ തടവിൽ പിടിക്കപ്പെട്ടു. പക്ഷെ തടവിൽ പിടിക്കപ്പെട്ട ഒരുപാട് ആളുകളെ പ്രവാചകൻ സമ്പത്ത് വാങ്ങിയിട്ട് മോചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതേപോലെ മുസ്ലിങ്ങളോട് കഠിനമായ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും മുസ്ലിങ്ങളെ ഒരുപാട് ഇടങ്ങേറാക്കുകയും ചെയ്യുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വധിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തും അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ നദ്ർ ബിൻ ഹാരിസും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അലി റളിയല്ലാഹു അൻഹു ആണ് ഇവനെ വധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടവിൽ പിടിച്ചു. എന്നിട്ട് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിനെയും അതേപോലെ തന്നെ നദ്ർ ബിൻ ഹാരിസ് പോലുള്ള ആൾക്കാരെയൊക്കെ അപ്പൊ തന്നെ എന്ത് ചെയ്തു, വധിച്ചു കളഞ്ഞു. അവരിൽ നിന്ന് എന്ത് വാങ്ങിയില്ല, മോചന ദ്രവ്യം വാങ്ങി അവരുടെ കുടുംബക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് അവരെ മോചിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞില്ല. അപ്പോ നമുക്ക് ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കണം, പ്രവാചകൻ ദേഹോപദ്രവങ്ങളൊന്നും അധികം ഏറ്റിട്ടില്ല. ആരെ കെട്ടിയിടുകയോ ആരും പ്രവാചകനെ കെട്ടിയിട്ട് തല്ലുകയോ ഖുറൈശികൾ വളഞ്ഞുകൂടി മർദ്ദിക്കുകയോ ചെയ്തിരുന്നില്ല. കാരണം അബൂ താലിബ് ജീവിച്ചിരിക്കുന്നിടത്തോളം പ്രവാചക സംരക്ഷണമുണ്ട്. കാരണം അബൂ താലിബ് പ്രവാചകന്റെ കൂടെ നിൽക്കുകയാണ്. അബൂ താലിബ് പറഞ്ഞാൽ കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത തന്നെ ഒരുപാട് ആളുകളുണ്ട്. മാത്രമല്ല അബൂ താലിബ് മുസ്ലിം ആയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അബൂ താലിബിന്റെ സംരക്ഷണം ഉള്ളതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിട്ട് ദേഹോപദ്രവങ്ങൾ ഒരുപാട് ഏൽക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇതിന് പകരമായിട്ട് മുസ്ലിങ്ങളായ സാധുക്കളായ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിന്റെ പകരമായിട്ട് ഉപദ്രവങ്ങളെല്ലാം കിട്ടിയത് അവർക്കായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അവരെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം.
ഓക്കെ അല്ലേ? വിഷയവുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം കഴിയുന്നു. ക്ലാസ് അവസാനിപ്പിക്കാനോ? വാഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.